അക്യുപഞ്ചർ ചികിത്സ നടത്തിയതിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിയുടെ ജീവൻ കൂടി പൊലിഞ്ഞ വാർത്തയാണ് സോഷ്യൽ മീഡിയ വഴി നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. 37 വയസ്സുള്ള മുഹ്സിന എന്ന് പറയുന്ന ഒരു സഹോദരി, അവരുടെ ദാമ്പത്യ ജീവിതം 15 വർഷമാണ്. ആ 15 വർഷത്തിൻ്റെ ഇടയിലുള്ള ദാമ്പത്യ ജീവിതത്തിൽ അവർ 7 മക്കൾക്ക് ജന്മം നൽകി. അതിൽ 3 മക്കൾ ഈ ലോകത്തോട് വിട പറഞ്ഞു, മരണത്തിന് കീഴടങ്ങി. ആ 3 മക്കളിൽ അവസാനം പ്രസവിച്ച കുട്ടി കൂടി മരണത്തിന് കീഴടങ്ങി എന്ന വാർത്ത. ഈ ഒരു മുഹ്സിന എന്ന് പറയുന്ന സഹോദരി 7 മക്കൾക്കും പ്രസവത്തിൻ്റെ ശേഷം പ്രോപ്പറായിട്ട് നൽകേണ്ട ചികിത്സ നൽകാതെ അവർ ആ കുട്ടികളെ വളർത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 3 മക്കൾ മരണത്തിന് കീഴടങ്ങി. അവസാനം പ്രസവിച്ച ആ ഒരു കുട്ടി ഈ ലോകത്ത് ജീവിച്ചിരുന്നതാകട്ടെ വെറും 6 ദിവസമാണ്. ഈ 6 ദിവസത്തെ ജീവിതം ആ കുട്ടിയെ നയിച്ചത് മരണത്തിലേക്കാണ്. അതിൻ്റെ മുമ്പ് ആ കുട്ടി അനുഭവിച്ച പ്രയാസം എന്ന് പറയുന്നത് അതിഭീകരമാണ്. കാരണം പ്രോപ്പറായ ചികിത്സ ആ കുട്ടിക്ക് ജനിച്ച ഉടനെ കിട്ടുക എന്നുള്ളത് ഏതൊരു കുട്ടിക്കും അവകാശപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. അത് ഹനിക്കപ്പെടുമ്പോൾ ശാരീരികമായിട്ട് കുട്ടികൾക്കുണ്ടാകുന്ന പ്രയാസം എന്ന് പറയുന്നത് നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റമാണ്. മുഹ്സിന എന്ന 37 വയസ്സുള്ള ആ ഒരു സഹോദരിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച സമയത്ത് അവരുടെ 2 കാലിൻ്റെ ഇടയിലുള്ള ആ ഭാഗം പൊള്ളലേറ്റതിന് സമാനമായിരുന്നു എന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന വിവരം. അവരുടെ ശരീരത്ത് പുറം ഭാഗത്തൊരു മുറിവേറ്റുണ്ടായിരുന്നത്ര, അതിൽ പുഴുക്കൾ നിറഞ്ഞിട്ടുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ എത്ര പ്രയാസത്തിലൂടെയാണ് ആ ഒരു സ്ത്രീ കടന്നുപോയത്. എന്നിട്ടും അവരെ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ് കേൾക്കാനായിട്ട് കഴിയുന്ന വാർത്ത. കാരണം അവരുടെ ഭർത്താവിൽ അർപ്പിച്ച വിശ്വാസമാണത്രേ. ആ മനുഷ്യനാണ് അക്യുപഞ്ചർ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരു അക്യുപഞ്ചർ ചികിത്സ നടത്തുന്ന സ്ത്രീയാണത്രേ ഈ മുഹ്സിന എന്ന 37 വയസ്സുള്ള സ്ത്രീയുടെ ഗർഭം അവരാണ് നടത്തിയതെന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. അവർക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണത്രേ. ഈ മുഹ്സിനയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാനായിട്ട് കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഗർഭാശയത്തിലും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ ഇൻഫെക്ഷൻ ബാധിച്ച് അണുബാധ ഏറ്റിരുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ആ ഒരു സഹോദരി മരിക്കുന്നതിൻ്റെ മുമ്പ് മുഹ്സിനയുടെ വീട്ടുകാർ അവളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അവശയായിട്ട് അങ്ങേയറ്റം ക്ഷീണിച്ച് കുഴഞ്ഞ് നിൽക്കുന്ന മുഹ്സിനാനെയാണ് കാണുന്നത്. അവർ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ആ സഹോദരി അതിന് തയ്യാറായില്ല. അവസാനം ഇവരുടെ നിർബന്ധ പ്രകാരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് അവർ നേരിട്ട ആ ഒരു സ്ത്രീയുടെ അവസ്ഥ എന്ന് പറയുന്നത് അതിഭയാനകമായിരുന്നു. അങ്ങേയറ്റം വേദന. ഈ ഒരു അണുബാധ ഏറ്റിട്ട് ആ ഒരു സ്ത്രീ അനുഭവിച്ച വേദന എന്ന് പറയുന്നതിന് കണക്കും കയ്യുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് പോലും ഈ ഒരു ഭർത്താവ് അയാൾ മുൻകൈയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രോപ്പറായ ചികിത്സ കൊടുക്കേണ്ട സ്ഥാനത്ത് അക്യുപഞ്ചറിൻ്റെ ചികിത്സയുടെ പേരും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ വീട്ടിൽ അടച്ചിടുമ്പോൾ ആ മനുഷ്യനൊക്കെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. മരണത്തിൻ്റെ ആ ഒരു സമയത്ത് അവരുടെ ശരീരത്തിൽ അണുബാധ ഏറ്റിട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദന ഇരച്ച് കയറുമ്പോൾ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാവും ആ ഒരു സ്ത്രീ. എനിക്ക് മനസ്സിലാകുന്നില്ല. വീട്ടിൽ പ്രസവിച്ചാൽ തന്നെ പ്രോപ്പറായിട്ടുള്ള ചികിത്സ കിട്ടുന്നില്ല അവർക്ക്. വീട്ടിൽ പ്രസവിപ്പിച്ചതിൻ്റെ ശേഷമാകട്ടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ, അതും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കാട്ടുക? ഇതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് വെച്ച് കെട്ടുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിനെയാണ് ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ എടുത്തു വലിച്ച് കീറിക്കൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങളാണ് ഇവിടെ കാരണക്കാരായിട്ട് നിൽക്കുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് വളരെയേറെ മഹത്വം കൽപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. സ്വന്തം ശരീരത്തിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് അവന് ശിക്ഷയാണ് ഏൽക്കേണ്ടി വരിക.
ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഇതുപോലെയുള്ള അക്യുപഞ്ചർ ചികിത്സയുമായിട്ട് ഓരോ വ്യക്തികളുടെയും ജീവിതം തകർക്കുന്ന ഭർത്താക്കന്മാരുടെ അവസ്ഥ ഇസ്ലാമിൽ അവർക്കൊരിക്കലും ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു വിധേനയും, ഒരു കാരണവശാലും. കാരണം സ്വന്തം ശരീരം അത് നശിപ്പിക്കുക എന്ന് പറയുന്നത് അവന് ശിക്ഷ കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ ഒരു മനുഷ്യനെ വീടി വലിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇസ്ലാം അതിന് അനുവാദം കൊടുക്കുന്നില്ല. കാരണം അതവൻ്റെ സ്വന്തം ശരീരത്തിനെ നശിപ്പിക്കലാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഇതുപോലെ അക്യുപഞ്ചർ ചികിത്സ നടത്തിയിട്ട് ഒരു സ്ത്രീക്ക് പ്രസവിക്കുന്ന സമയത്ത് കിട്ടേണ്ട പ്രോപ്പറായ ചികിത്സ നിഷേധിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നത്? പല ആളുകളും ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ മേലെ കുതിര കയറുകയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഔന്നിത്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. 37 വയസ്സിൽ 15 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ 7 മക്കളുണ്ടായതാണ് പല ആളുകളുടെയും വലിയ വേദനാജനകമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അതാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ കഴിയാത്തത്. അതിലെന്താണ് ഇവർക്കിത്ര പ്രശ്നം? 37 വയസ്സിൽ ആ ഒരു സഹോദരിക്ക് 7 പ്രസവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ആരോഗ്യമാണ്. അവർക്ക് പ്രോപ്പറായ ചികിത്സ കിട്ടിയില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ 7 വയസ്സുള്ള ഈ മക്കൾക്ക് ജന്മം നൽകിയ 7 മക്കൾക്ക് ജന്മം നൽകിയതാണ് ആ ഒരു സ്ത്രീയിൽ, ആ ഭർത്താവിൽ ഇവർ കണ്ടെത്തുന്ന ഏറ്റവും വലിയ കുറ്റമെന്ന് പറയുന്നത്. പക്ഷേ ഞാനതിനെ അംഗീകരിക്കൂല. ഞാൻ ആ ഒരു ഭർത്താവിലും ഭാര്യയിലും കാണുന്ന ഏറ്റവും വലിയ ന്യൂനതയായിട്ട് ഞാൻ കണ്ടത് പ്രോപ്പറായിട്ടുള്ള ചികിത്സ തേടാത്തതാണ്. മക്കളെ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ എത്രയും മക്കളെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം സ്ത്രീക്ക് ഗർഭപാത്രം കൊടുത്തത് തന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മക്കളെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പണ്ട് കാലത്തുള്ള ആളുകൾ 10ഉം 12ഒക്കെ പ്രസവിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഈ കാലത്തുള്ള ആളുകൾ 10ഉം 12ഉം ഒന്നും പ്രസവിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് എന്ന് കൂടി എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം. സ്ത്രീയെ ഒരു മെഷീനായിട്ടാണ് മുസ്ലിമീങ്ങൾ കാണുന്നത് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് കമൻ്റ് ഇടുന്ന ആളുകളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ മുൻഗാമികളെ പരിശോധിച്ച് നോക്കിക്കോ. അവർക്കുമുണ്ടാകും 10ഉം 12ഉം കുട്ടികളൊക്കെ. ആ കാലത്ത് അവരന്ന് അതിന് മെനക്കെട്ടത് കൊണ്ട് ഇന്ന് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ കമൻ്റ് ഇടാൻ ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. അന്ന് അവരിതിന് മെനക്കെടാഞ്ഞാൽ നിങ്ങൾ ഇന്നിവിടെ ഉണ്ടാകൂല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം കുട്ടികൾ 7 ആയത് എന്നതിലല്ല. കുട്ടികൾ 7 പ്രസവിച്ചു, അത് ഈ ഒരു സ്ത്രീ ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വിഷയവുമായി വന്നുകൊണ്ട് ഇസ്ലാമിനെ വികലമാക്കാൻ ശ്രമിക്കുകയാണ് ചില കുതന്ത്രവാദികൾ. അതിനൊരിക്കലും അംഗീകരിക്കാൻ കഴിയൂല എന്ന് തീർത്ത് പറയുകയാണ്.